ദുബായിലെ ഡ്രൈവിംഗ് കണ്ടോ? നിസാൻ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കണ്ടോ എടുക്കുന്നത് നാട്ടിൽ. നേരെ മെട്രോ കയറാം. സ്റ്റേഷൻ എയർപോർട്ടിനകത്ത് തന്നെ കയറാൻ പറ്റും. ശരി. ലാൻഡ് ക്രൂസർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടുത്തെ മെട്രോ ഡ്രൈവർലെസ് ആട്ടോ. ഇത് വലിയ എയർപോർട്ടാണല്ലോ. ഇത് ഇങ്ങോ വരെ ഫ്ലൈറ്റ്. 3 ടെർമിനലുണ്ട്. ഇത് എമിറേറ്റ്സിന് മാത്രം സെപ്പറേറ്റ് ടെർമിനൽ. സൺഡേ അല്ലേ? സൺഡേ ഉണ്ടാറുണ്ടോ? ഇതിലൊക്കെ ചിലപ്പോൾ ഫ്ലൈറ്റ് ആണ്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണോ? അതെയോ? അതിനെന്തോ പേര് പറയും. അതല്ലാണ്ട് പേര് പറയും. ഇവിടെ എന്തോ ഒരു പാക്കറ്റ് കിട്ടും. ആരോട് പറഞ്ഞായിരുന്നു? ജസ്റ്റ് മിക്സ് ആക്കി എടുത്താൽ മതി. കഴിഞ്ഞു. ദുബായ് കഴിഞ്ഞപ്പോ ഷാർജയായി. വ്യത്യാസം കണ്ടില്ലേ? പൊടി പിടിച്ച പോലെ ഇതുപോലെ പല സഞ്ചാര സ്ഥലത്തൊക്കെ ഞങ്ങളുടെ ബാംഗ്ലൂർ ഉണ്ടല്ലോ. ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ പോയി. ഇതൊക്കെ നാഷണൽ പെയിന്റ്സ് ഫേമസ് നാഷണൽ പെയിന്റ്സ്. ഒരു റോഡ് ചെക്കിംഗ് ഉണ്ടോ? ഒരു റെന്റക്കാർ എടുക്കുമ്പോൾ എങ്ങനെയാ അതറിയാം? അവന്മാർക്ക് പോയിട്ട് അവന്മാരുടെ അടുത്ത് നമ്മുടെ അടുത്തേക്ക് വരും. വേറെ രണ്ടിനും വേറെ ലൈസൻസ് വേണം. ലൈസൻസ് വെച്ചിട്ടാണ് ഇവർ ലൈസൻസ് ആ ലൈസൻസ് നമ്മൾ കാണിക്കുമ്പോൾ 2 ലൈസൻസ് നമ്മൾ കാണിക്കണം. അതായത് ഇതൊരു ഓർഗനൈസേഷനാണ്. എന്തൊരു കോൺഫറൻസ് ജനീവ ട്രീറ്റി പ്രകാരം അപ്രൂവ്ഡ് ആണ്. അപ്പുറത്തേക്കുള്ള വണ്ടികൾ സ്ഥലം വിട്ട് അങ്ങനെയാണല്ലോ പോണേ അല്ലേ?
ഇവിടെ ഉണ്ട് കണ്ടത് ആടിനെ വളർത്തുന്നുണ്ടോ നാടാ ഒട്ടകത്തിനെ വളർത്തുന്നത് അതവരുടെ ക്യാമ്പാ ആട് ക്യാമ്പ് അല്ല ആടല്ല ഒട്ടക ക്യാമ്പ് ഇവർക്ക് ഇവിടെ റോഡൊക്കെ കാണാലോ മറ്റേത് എത്ര കിലോമീറ്ററുകൾക്കുള്ളിലല്ല ഷാർജ കഴിഞ്ഞു ഒമാൻ കഴിഞ്ഞു അടുത്ത സ്റ്റേറ്റ് കഴിഞ്ഞു ഞാനൊക്കെ ചെറുതാ തീരെ ചെറുതാ റാസൽ കൈമി വേറൊരു ഇതാണോ? അത് വേറെ എമിറേറ്റ്സ് അത്ര ഈ സൈഡിലോട്ട് വണ്ടി നല്ല സ്ലോ ആയിട്ട് പോകുന്ന ഫീൽ ചെയ്യുന്നില്ല എന്നാലും 80 പോകുന്നു റോഡുകളൊക്കെ സൂപ്പറാണ് അല്ലേ? ഇത് നമ്മുടെ നാട്ടിൽ പോസിബിൾ അല്ല, കാരണം നമ്മുടെ നാട്ടിൽ മരുഭൂമിയില്ലല്ലോ. നമ്മൾ കർണാടകത്തിലൊക്കെ ഇഷ്ടംപോലെ നല്ല റോഡുകളില്ലേ? ഇല്ല, കർണാടകത്തിലുണ്ട്. കേരളത്തിൽ കുറവാണ്. അവർ ചില ഇങ്ങനത്തെ ക്യാമറ എത്ര പോകുന്നുണ്ടെന്ന് നോക്കും, എണ്ണ എടുക്കുന്ന ക്യാമറ എത്ര വണ്ടികൾ എൻട്രി ചെയ്യുന്നുണ്ട്. ഇപ്പം പച്ചപ്പായോണ്ട് കാണാൻ മരുഭൂമിയുടെ ലുക്കിൽ പോയില്ല. അബുദാബി പോകാൻ ഈ വണ്ടി എടുത്താ പോരാടാ, ഈ വണ്ടി തന്നെ എടുത്താ പോരാ അബുദാബിക്ക് പോകാൻ. ഈ വണ്ടി നിന്നിട്ട് ലീവ് ഉണ്ടേ? അത് ശരിയാ, ജോഷി ഇല്ലാന്ന് പറയണ്ട. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ ആണ് ഈ സൈഡിൽ വരും. അത് ശരി. നമ്മളിപ്പോൾ ഇവിടുന്ന് കയറാം, റൈറ്റ് റോഡിലേക്ക് കയറും. അക്കോമഡേഷൻ ആണ് മറ്റേ യൂണിവേഴ്സിറ്റി, അമേരിക്കൻ യൂണിവേഴ്സിറ്റി. വെള്ളത്തിലേക്ക് ഇറങ്ങണം. എടാ ഒരു ദിവസമില്ലേ മറ്റേ ഞാനേ നൈസ് റോഡ് വഴി ഇങ്ങനെ കേറി വരുവാണേ, അതേപോലെ വളമുണ്ട്. അപ്പൊ ഞാൻ ഫോർച്യൂണർ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയം കേട്ടോ, ഓടിച്ചൊരു വിടല് വിട്ടു മോനെ. ഇപ്പൊ ഞങ്ങള് ഇനി ഓടിക്കുമ്പോ ഞങ്ങള് പുറകിലിരുന്ന് ഇരിക്കുന്ന ഇങ്ങനെ ആവൂലേ, ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അങ്ങനെ ഒരാവല് പറയാൻ പറ്റില്ലല്ലോ. വിഷയം ഇപ്പോഴാണ് അറിയുന്നത്. കുഴപ്പമില്ല. ഞാൻ നമ്മുടെ മണത്തയുടെ ഈത്തപ്പഴല്ലേ ഇങ്ങോട്ട് ഇറങ്ങണ ചേച്ചി. എത്ര റോഡല്ലേ, അവിടെ ഒരു റോഡ്, അവിടെ ഒരു റോഡ്, ആ സൈഡില് ഇവിടെ ഇങ്ങനെ ഒരു റോഡ്. ഇവിടെ തന്നെ ഒരു വീട് കണ്ടോ ദൂരെ, മലയുടെ കൂടെ തന്നെ ഒന്നും ഉണ്ട് ദൂരെ. ഇവിടെ കണ്ടോ ചേച്ചി? പിന്നെ അങ്ങ് മേലെ അത് മറിഞ്ഞു പോയി. അങ്ങനെ വീട് വയ്ക്കുവോ? അവിടെ മുകളിൽ അത് കണ്ടത് ഞാൻ കാണിച്ചത് പണ്ട് കാലത്ത് എപ്പോഴെങ്കിലും ഉള്ളതായിരിക്കും. വീടാൻ തിരികെയല്ല, അതുപോലെ തന്നെയല്ലേ. അതുപോലെ മലയിടുക്കില് അത് നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ മിറ്റവും ചെടി, ഇതൊക്കെ മരം, ചെറിയ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലതൊക്കെ റിസോർട്ടുകളൊക്കെ ആയിരിക്കും. ഒരു മരം പോലെ ഇവര് വെള്ളം എങ്ങനെ ഇവർക്ക് മുനിസിപ്പാലിറ്റിയുടെ അങ്ങനെ ജീവിക്കുന്ന അവിടെ ഉള്ളവര് ആദായം. അതിന്റെ ഉള്ളിലുണ്ടോ, അതിന്റെ ഉള്ളിലുണ്ടോ, അവിടെ ഉണ്ട് ഒരു വീട്. അത് ഇങ്ങനെ മലയുടെ കൂടെ തന്നെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു. മലയിൽ ഇടി
ഉണ്ടാവും നമ്മൾ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട്. അതിങ്ങനെ ഇങ്ങനെ വന്ന് ചുമ്മാ വീടെടുക്കുക, അതോ സ്ഥലം വാങ്ങിച്ച് വീടെടുക്കുക? ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ വീടുള്ളവരൊക്കെ ഇവിടെ തന്നെ പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളവരായിരിക്കും. ഇതെന്നതാ കുറെ വെള്ളവും അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അല്ലേ? സംഭവമായിരിക്കും. വെള്ളമായിരിക്കും. റിഫൈനറിയോ അവിടെ ഉണ്ടോ? ഇങ്ങനെ മല ചെയ്ത് അവിടെ കണ്ടോ ഒരു അത് പള്ളിയുടെ ഒരു പൊങ്ങി നമ്മുടെ LTA എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടാണ് ഡീപ് ട്രാവലർ. അത് ഇന്ത്യയിൽ ചെടികളല്ലേ അത് ഫുൾ 1.5 രൂപയാണ്. ഞാനിതുവരെ അത് ക്ലെയിം ചെയ്യാൻ കാരണം നമുക്ക് കിട്ടാത്തോണ്ട് ഒന്നെല്ലാം ഇതുപോലത്തെ ഏതെങ്കിലും സ്ഥലത്ത് നിർത്തേ. നമ്മൾ ഒരാഴ്ച പോയപ്പോ നിർത്തിയില്ലേ? പക്ഷെ ഇവിടെ എല്ലാം വേലിയുണ്ട്. ആ ഇങ്ങോട്ടേക്ക് ഇച്ചിരി വലിയ വലിയ വീടുകളാണ്. എമിറേറ്റീസ് ആയിരിക്കും. നാഷണൽസ് എമിറാത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവര്. ഇതാണോ അത് റൈസൽ ഗെയിമാ? നമ്മൾ പോകണം. ഇത് റാസൽ ഖൈമയാണ്. അവിടുത്തെ കണ്ട മല. ഇത് റാസൽ ഖൈമയാണ്. ഇത് നമ്മൾ ജബൽ നമ്മൾ ഇങ്ങോട്ട് കിട്ടിയാണ്. ജബൽ എന്ന് വെച്ചാൽ കുന്ന്. ഇവിടെയൊക്കെ ഉരുളക്കല്ലുണ്ടോ? വെള്ളം ഒഴുകുന്ന അതിന്റെ തെളിവുകളാണ് ആ കല്ലൊക്കെ. ഇനി മലയാ. ഇങ്ങനത്തെ മല എവിടെയും കണ്ടിട്ടുണ്ടോ? പഴയ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഈ ട്രഷർ ഹണ്ടിനൊക്കെ പോകുന്ന സിനിമകളില്ല, മലയുടെ ഇടയിലൊക്കെ കുതിര റോട്ടിൽ കൂടെ ഓടും. ആടാണല്ലേ? ആ ആട്. നമ്മുടെ നാട്ടിലുള്ളവരത് എന്താ പറയാ, നമ്മൾ ഈ കിണറിന്റെ അകത്തുനിന്ന് കോരുന്ന മണ്ണില്ലേ, കുറെ വണ്ടികളുണ്ടല്ലോ. ഇവിടുന്നവർക്കൊക്കെ കുറെ വണ്ടികളുണ്ട്. ഓരോരുത്തർക്ക് ആളാം വീതം 2 വണ്ടിയൊക്കെ കാണും. അതെന്തോ അല്ലെ നെല്ല് പോലെ എന്തോ സംഭവമാണല്ലോ. നെല്ലല്ല, വേറെ എന്തോ ആണ്. നാട്ടിൽ കവലയുണ്ടാവുമോ? പക്ഷേ നമ്മള് ബാംഗ്ലൂരിൽ ശരിക്കും ഇവിടെ കുറേ വീടുകളുണ്ടല്ലോ. പിന്നെ ചില സ്ഥലത്ത് മാത്രമേ വീടുണ്ടാവും. പിന്നെ താഴ്വര പോലെയുള്ള സ്ഥലത്തുകൾ മാത്രമേ ഉണ്ടാവും. മലയുടെ സൈഡിനോട് ചേർന്നിട്ടല്ലേ, എന്നിട്ട് ജെറുസലേം ഒക്കെ പോലെ. ഈ മലയൊക്കെ കടലായിരുന്നു എന്നാണ്. ഇവിടെ കടലായിരുന്നു ഒഴുകിപ്പോയി. മറ്റോടെ തായ്ലാന്റ് കടലും വെള്ളം മുക്കി കളഞ്ഞോണ്ടിരിക്കുകയെന്ന് പറയുന്നത്. അല്ല, ഇത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടലായിരുന്നു സയൻസ് പറയുന്നത്. ഇതൊക്കെ ഈ കല്ലൊക്കെ വെച്ചൊക്കെ ചിലപ്പം മഴ പെയ്ത് വെള്ളം കയറി വരാതിരിക്കാനുള്ള ഇതാണ്. ഈ ഉരുളം കല്ലുണ്ട് താഴെ നമ്മുടെ നാട്ടിൽ പുഴയുടെ സൈഡിൽ. ഇവിടെയൊക്കെ എപ്പോഴും മഴയുടെ വെള്ളമുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് അതിന്റെ കല്ല്. ഇതൊക്കെ മാറ്റം വന്നു. പുതിയ റോഡൊക്കെ വന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ നമ്മള് അന്ന് അങ്ങോട്ട് ഇറങ്ങി പൊളിച്ചിട്ടേക്കുന്ന പോലെയാണല്ലോ എല്ലാം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നില്ലേ? അത് ഇവിടെ ആ സ്ഥലം എന്തേ കാണുന്നില്ലല്ലോ. നിങ്ങളുടെ വണ്ടിയിലുണ്ടാവുന്നേ ഇതെടുക്കുന്ന റെഡി ഞാൻ എടുക്കാം. ഇവിടെയൊക്കെ നിർത്തി അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. നമ്മളന്ന് ഇത് കുറെ മാന്തിയോ. പക്ഷെ അത് കുറച്ചൊക്കെ റൂട്ടല്ലേ കഴിഞ്ഞ അമ്മേനെ കൊണ്ട് ജബലേശം വന്നിട്ട് അങ്ങനെ കുറച്ച് ശരിക്കും ആ നടുക്കത്തെ സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുന്നതിന് നടുക്ക് വന്നു. ഓക്കെ. ഓ അങ്ങനെ. ഓക്കെ, റൈറ്റ്. വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ കണ്ട വഴിയൊക്കെ എവിടെ? ഇതൊരു പുതിയ റോഡ് കൊടുക്കുന്നു. പഴയ സ്ഥലങ്ങളൊക്കെ ഇടിച്ചു പൊളിച്ച ഇവിടെയാണ് നമ്മള് പോയത്. അവിടെ കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതോ
പുഴയായിരുന്നോ കണ്ട ഉരുളങ്കല്ല് അത് മഴ പെയ്യുമ്പോ വെള്ളം ഒഴുകി പോകും. ഓ അത് ശരി. മനുഷ്യരില്ല, മനുഷ്യ അതല്ലേ വീട്. ഇറങ്ങുവാണേ. എക്സ്പ്ലോറേഴ്സ് ക്യാമ്പ് തരും. ആമിനിയല്ല, വേറൊരെണ്ണം ഉണ്ട് അതിൽ അങ്ങോട്ടുള്ളത്. പാട്ടൊക്കെ വെച്ച് പോകുന്ന വണ്ടി. അവിടെ എത്ര മോള്? ഓ നമ്മള് എത്താനായി മല. അങ്ങോട്ടെന്തോ സൈക്ലിങ്ങിന്റെ കാണിക്കുന്നുണ്ടല്ലോ. ഷെയർഡ് പാത്ത്. ഞാൻ കണ്ടു. ഇവിടെ നമുക്ക് നിർത്താം സൈഡിൽ. Maker, and you're listening to the UAE's #1 Bollywood music station, City 1016. പ്ലാസ്റ്റിക് ഇടാൻ പാടില്ലാത്ത സൈഡിന്റെ അടിയിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ആ ലെഫ്റ്റ് ടിക്കറ്റ് കൗണ്ടർ. അത് ശരി. എന്തിനാ ഇതിലെ കൂടെ ലൈറ്റ് വെക്കാൻ കൂടെ അതിന് നടന്നു പോകണം. അവിടെ വണ്ടി ഉണ്ടോ? വണ്ടി ഉണ്ടോ? മറ്റേ വീൽ ചെയർ പോലത്തെ സാധനം ഇല്ല. ഫ്രണ്ട് ചെയ്ത് ആ പേടിയാ, നമ്മള് കാണുന്ന പോലെ അല്ല. പക്ഷെ നമ്മളാ ബ്രേക്ക് പിടിക്കുക. മറ്റേല് അവരാണ്. അല്ല, അപ്പൊ ഈ ഒരു ബ്രേക്ക് പിടിക്കാൻ അറിയാത്തൊരു കൊച്ചാണിത്. അതല്ലേ ഓരോ ബാക്കിലിരിക്കാൻ ഉണ്ടാവും, പുറകിലുണ്ടാവും ഒരാൾ ഓരോരുത്തർ ഇരിപ്പുണ്ട്. അപ്പനും പോകണം. അത് അപ്പനും പറ്റും. അല്ല, അത് അപ്പനാണോ അത് ഇവരുടെ ട്രെയിനർ ആയിരിക്കും. എന്റെ അമ്മേ ആരും വരുമൊന്നുമില്ല. ദേ ഉണ്ടോ, ചിലര് പതുക്കിയാ പോണേ കണ്ടോ മേലേക്ക്. ദൈവമേ, അത് ഇറക്കത്തില് അങ്ങനെ ഉള്ളവരെ പോണുള്ളൂ. ആദ്യം തുടക്കം തന്നെ കയറ്റം കേട്ടോ. അതെ, ഇത് വ്യൂ കാണാം. കല്യാണത്തിന്റെ ആദ്യ കാലങ്ങളിൽ കല്യാണം കഴിഞ്ഞൊരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഒരു പാനിപ്പൂരിമായിട്ടാണ് ഒരെണ്ണം വേണം. വല്ല വയറ് കേടാവോ ഉണ്ടാക്കി വെച്ചേക്കണ്ട. ആ വേണ്ട, നമ്മള് പറഞ്ഞു പോയില്ലേ. ആ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാനിപ്പൂരി ഈ ദയരയിലൊക്കെ ഇഷ്ടംപോലെ പാനിപ്പൂരി കിട്ടും. ഓ ഇത് കണ്ട ട്രെം പോയിട്ട് പാനിപ്പൂരി കൊച്ചുതാ കൊച്ചിന് നീ ഇപ്പുറ സൈഡിൽ മയോണൈസ് വേണേ തരാന്ന്. വേണ്ട, ഈസി ജോൺസൺ ഇങ്ങോട്ട് വൈകിയില്ലേ.
ഫ്രഞ്ച് ഫ്രൈസ് ഒരുപാട് ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും വയറുവേന എടുക്കും കൊച്ചിന് ഇല്ലേ ഇച്ചിരി ഇത് തന്നെ വയറുവേന അല്ല ബർഗർ തന്നെ അവന്റെ ഫേവറേറ്റ് സാധനങ്ങളാണിത്. നല്ലതാ ശരിക്കും കാർബോഹൈഡ്രേറ്റ് അവന് ബീഫ് ഇത് ചേച്ചിയുടെ ആണോ? ഏതാ ചിക്കൻ ഇതൊക്കെ ചിക്കൻ നമ്മൾ ഉദ്ദേശിച്ച ബീഫല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ബർഗർ കിങ്ങിന്ന് അതന്നെ ഇവിടെ എന്തൊരു സംഗതി ഉണ്ടോ അത് കല്ലടുക്കി വെച്ചേക്കുന്നത്. അതിൽ വലയുമ്പോഴേ യെല്ലോ ലൈൻ വെള്ളത്തിന്റെ കൂടെ കല്ല് വരുമായിരിക്കും. കല്ലിനെ തടഞ്ഞിരുത്തി വെള്ളം മാത്രം വിടാനായിരിക്കണം.